CBSE പുനർമൂല്യനിർണ്ണയ പോർട്ടലിന്റെ പേയ്മെന്റ് സംവിധാനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. അപേക്ഷ നൽകാൻ ശ്രമിച്ച 50 വിദ്യാർത്ഥികളെ ഇത് ബാധിച്ചതായും സ്ഥിരീകരണം. സൈബർ ആക്രമണത്തിന്റെ ഭാഗമായാണ് അപേക്ഷ നൽകാനുള്ള ഫീസ് 68,000 രൂപയോളം കാണിച്ചത്. HDFC പേയ്മെന്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിച്ച പോർട്ടലുമായി ബന്ധപ്പെട്ടതാണ് സൈബർ ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട പോർട്ടലുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സൈബർ ആക്രമണം ഉണ്ടായത് എന്നറിയാൻ കഴിയുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അർജുൻ, ഏറെ പഴികേട്ട ഒരു പിഴവാണ് CBSE പോർട്ടലിൽ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ സൈബർ സുരക്ഷ എന്നതൊരു വലിയ പ്രശ്നമായി വരികയാണ്. ആ പോർട്ടലിലെ സൈബർ സുരക്ഷ അത് ഭേദിച്ചാണ് സൈബർ ആക്രമണം ഉണ്ടായത് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ? ഈ IIT വിദഗ്ധരുടെയൊക്കെ തന്നെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ എന്താണ്? ഒപ്പം നാളെ ഈ താൽക്കാലികമായി പൂട്ടിയ ഇതേ പോർട്ടൽ നാളെ തുറക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ സുഗമമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? അതിൽ വിവരങ്ങളുണ്ടോ? പ്രജിൻ, അമൃത, മെയ് 19-ാം തീയതി ഈ ഒരു പോർട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ, അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സൈബർ ആക്രമണം നേരിട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും CBSEയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. അതിലൂടെയാണ് ഈ സൈബർ ആക്രമണം നേരിട്ടപ്പോഴാണ് ഈ പറയുന്ന ഫീസ് അത് 1 രൂപയും അതുപോലെ തന്നെ 68,000 രൂപയും 69,000 രൂപയായി ചില വിദ്യാർത്ഥികൾ, ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾക്ക് കാണിച്ചത്. അത് മാത്രമല്ല HDFC ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയുമായി ബന്ധിപ്പിച്ച ഈ പേയ്മെന്റ് പോർട്ടലിലാണ് ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നേരിട്ടത് എന്നുള്ള കാര്യം കൂടി അധികാരികൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം, ഈ ഒരു ആക്രമണത്തെ മറികടക്കാൻ വേണ്ടി HDFC ബാങ്കിന്റെ ആ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ 4 ബാങ്കുകളുടെ, SBIയുടെയും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും ഉൾപ്പെടെ 4 ബാങ്കുകളുടെ വ്യത്യസ്ത പേയ്മെന്റ് ഗേറ്റ്വേ ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സൈബർ ആക്രമണം മെയ് 19-ാം തീയതി നടന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ തുറക്കാനിരുന്ന പോർട്ടലുകൾ പിന്നീട് 2-3 തവണ മാറ്റിവെച്ചത്. ആദ്യം മെയ് 28-ലേക്ക് മാറ്റിവെക്കുന്നു, പിന്നീട് മെയ് 29-ന് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് പിന്നീടും ഇത്തരത്തിൽ സൈബർ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായ സമയത്ത് നാളത്തേക്ക് ജൂൺ 1-ാം തീയതി തുറക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാം തന്നെ പോയത്. നാളെ ഈ ഒരു പോർട്ടൽ ആരംഭിക്കുന്ന സമയത്ത്, വീണ്ടും തുറക്കുന്ന സമയത്ത് HDFC ബാങ്ക് ഗേറ്റ്വേക്ക് പകരം അവിടെ മറ്റ് 4 ബാങ്കിന്റെ ഗേറ്റ്വേ ആയിരിക്കും പേയ്മെന്റ് സംവിധാനത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി സുരക്ഷാ ആശങ്കകളില്ലാതെ ഈ ഒരു പോർട്ടലിൽ അവരുടെ അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സ്കാൻഡ് കോപ്പികൾ ഈ ഉത്തരക്കടലാസിന്റെ വാങ്ങിയിരുന്നു. അതിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അപേക്ഷകൾ പൂരിപ്പിക്കാനും അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBSEയും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് കൂടുതൽ പണം നൽകിയ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ റീഫണ്ടും നൽകുമെന്നുള്ള കാര്യം CBSEയും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ IIT മദ്രാസ്, IIT കാൺപൂർ, ഈ 2 സംഘങ്ങളിലെയും അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എവിടെ നിന്നാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടെത്താൻ. ഒപ്പം തന്നെ ഇത് സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം പറയുമ്പോഴും അത് HDFCയുടെ ബാങ്കിംഗ് പോർട്ടൽ ഗേറ്റ്വേ ബന്ധപ്പെട്ട മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പോർട്ടലിൽ കയറി വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങളോ മറ്റു വിവരങ്ങളോ ചോർത്തിയെടുക്കാനായിട്ട് ഹാക്കർമാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമാക്കി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBSEക്ക് മുന്നിലുള്ളത്. പക്ഷേ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് തരത്തിൽ അന്വേഷണം നടത്തി അതിന്റെ പുറകിലുള്ളവരെ കണ്ടെത്തണം. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി എടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ CBSEയും അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ, ഈ പേയ്മെന്റ് ഗേറ്റ്വേ പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ, അത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായ മറ്റൊരു പ്രശ്നം ഈ സ്കാനിങ്ങിലെ പിഴവ് കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ CBSEയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. ഇത് ഈ സാങ്കേതിക സഹായം അത് ഏൽപ്പിച്ച ഔട്ട്സോഴ്സിംഗ് ഏജൻസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് CBSE രംഗത്തുന്നത്. ഒപ്പം തന്നെ വ്യാപകമായി ഉണ്ടായ മറ്റൊരു പരാതി ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ആ രീതി മാറ്റണം എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബോർഡ് തയ്യാറല്ല എന്നുകൂടി കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഈ OS-യുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാരോ CBSO പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ അതെല്ലാം തന്നെ എടുത്തു കളയണമെന്നുള്ള ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലായിരുന്നു അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം അത് തെരുവിലേക്കും ഇറങ്ങിയിരുന്നു. ഇന്നലെ CBSE ആസ്ഥാനത്തേക്ക് NSUI ഒരു വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയത് നമുക്ക് കണ്ടതാണ്. സമാനമായിട്ടുള്ള പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും NSUIയും അതുപോലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നിലവിൽ
ആലോചിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ചും ഈ CBSEക്ക് അകത്ത് തന്നെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് അതിനപ്പുറത്തേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ ഏജൻസിയെ ഏൽപ്പിക്കുന്നതും അതിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഒരു ഭാഗത്ത് അവലോകനം ചെയ്യുന്ന സമയത്താണ് നേരത്തെ ഒരു സാധ്യതയെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു സൈബർ ആക്രമണം അതും സ്ഥിരീകരിച്ച് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വരുന്നത്. അത്തരത്തിൽ ആകെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് CBSEയും അതുപോലെ തന്നെ CBSEയിലൂടെ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഓരോന്നായി നന്നാക്കുക, ഓരോന്നായി ശരിയാക്കി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഈ OSMനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വ്യക്തമാക്കുന്നുമുണ്ട്. ശരി, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നാളെ എന്തായാലും CBSE പോർട്ടൽ തുറക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഏതുമില്ലാതെ അതിൽ ഇടപാടുകൾ നടത്താൻ വിദ്യാർത്ഥികൾക്ക് കഴിയും എന്നാണ് CBSE ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള പിഴവുകളൊക്കെ തന്നെ ഇപ്പോൾ പരിഹരിച്ചു വരികയാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.